ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭരണഘടന നിലവിൽ വന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ ചെയ്യുന്നത്. നമ്മുടെ സമൂഹം ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്നും ഏത് രീതിയിൽ പെരുമാറണമെന്നും ഓരോ റിപ്പബ്ലിക് ദിനവും സ്വാതന്ത്ര്യ ദിനവും കഴിയുമ്പോൾ ഭരണ നേതാക്കളും അധികാരികളും നമ്മളെ ഓർമ്മപ്പെടുത്താറുണ്ട്. എങ്കിലും അതനുസരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്നോ നമ്മുടെ സമൂഹത്തിൽ നിന്നോ നമ്മുടെ നാട്ടുകാരിൽ നിന്നോ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന് തന്നെ ലഭിക്കുന്നില്ല. എന്നിരുന്നാലും ഓരോ വർഷത്തെയും സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും ഗാന്ധി ജയന്തിയും മറ്റ് രാഷ്ട്ര ദിവസങ്ങളും ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ സമൂഹത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നല്ല രീതിയിൽ നിറവേറ്റുന്നതിന് പുതിയ തലമുറക്ക് കഴിയുന്നുണ്ട്. അതിനുള്ള തെളിവാണ് നമ്മുടെ രാഷ്ട്രം, നമ്മുടെ രാജ്യം, നമ്മുടെ കേരളദേശം എല്ലാം തന്നെ ചില ബോധവൽക്കരണങ്ങൾ അടുത്തിടെയായി നടക്കുന്നത്. നമ്മുടെ സർക്കാരിന്റെ നവകേരള മിഷൻ പദ്ധതിയിൽ ഹരിത കേരളം, ആർദ്രം, ലൈഫ് അല്ലെങ്കിൽ താലോലം, അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ സമൂഹത്തിൽ വന്നിരിക്കുന്നത് ഈ ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗം കൂടിയാണ്. യുവത്വ സഹജമായ സഹതാപ സഹിഷ്ണുത മനോഭാവങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ പങ്കാളികളാവുന്നതിന് എല്ലാ വിദ്യാർത്ഥികളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വിദ്യാർത്ഥിനികളെ, നമ്മുടെ രാജ്യം ഇന്ന് 68ാമത് റിപ്പബ്ലിക് ദിനം കൊണ്ടാടുകയാണ്. നിങ്ങളും കേവലം 3-4 വർഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള സമ്മതിദായകരായി മാറും. അതിനുള്ള അധികാരം നമുക്ക് തരുന്നത് നമ്മുടെ ഭരണഘടനയാണ്. 26-ാം തീയതി തന്നെ നമ്മൾ ഇത് ആഘോഷിക്കുന്നതിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് 26-ാം തീയതി 1930 ജനുവരി 26-ാം തീയതി തന്നെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയിലായിരുന്നു. നിർഭാഗ്യവശാൽ അത് 1947 വരെ നീണ്ടുപോയെങ്കിലും അതിന്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി ആ ദിനം നമ്മൾ റിപ്പബ്ലിക് ദിനമായി 26-ാം തീയതി കൂടുതലായി റിപ്പബ്ലിക് ദിന സന്ദേശങ്ങൾ മറ്റ് അധ്യാപകർ നൽകുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മുടെ ഹയർ സെക്കൻഡറി അതുപോലെ ജനുവരി 26 ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ പുണ്യ ദിനങ്ങളിൽ ഒന്നാണ്. 1930 ജനുവരി മുതൽ എല്ലാ വർഷവും, അതായത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് 17 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാ വർഷവും ജനുവരി 26 നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യ ദിനമായി ആചരിച്ചു വരുന്നുണ്ടായി. 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് നിന്ന് വിടവാങ്ങിയെങ്കിലും നമ്മുടെ രാജ്യത്തിന് സ്വന്തമായ ഒരു ഭരണഘടനയോ അതിനനുസരിച്ചുള്ള ഒരു ഭരണ സംവിധാനമോ ഉണ്ടായിരുന്നില്ല. അത് നടപ്പിലാക്കപ്പെടുന്നത് ഈ ദിവസമായിരുന്നു, ജനുവരി 26, 1950. അതോടെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുക മാത്രമല്ല, നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായി മാറുകയും ചെയ്യും. നിങ്ങൾക്കറിയാം എന്താണ് റിപ്പബ്ലിക് എന്നത്. നമ്മുടെ അത്യുന്നത രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന നീതിന്യായ കോടതി അടക്കമുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളും, പാർലമെന്റ് അടക്കമുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളും നിലവിൽ വന്നത് 1950 ജനുവരി 26 അതിന് തൊട്ടടുത്തുള്ള ദിവസങ്ങളിലുമാണ് എന്നുള്ളതാണ്. നമ്മുടെ ഭരണഘടന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവേശമാണ്. നമ്മളാക്കിയ, നമ്മളെ പൗരന്മാരാക്കിയ ഒരു ഭരണ സംവിധാനം നമ്മുടെ ഭരണഘടനയെ അന്തസത്തയായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയിക്കണം. നമ്മുടെ ഭരണഘടനയുടെ തുടക്കത്തിൽ തന്നെ, അതിന്റെ ആമുഖത്തിൽ തന്നെ വളരെ മനോഹരമായി എഴുതി വെച്ചിട്ടുണ്ട് മതേതരത്വത്തെ കുറിച്ച്, ജനാധിപത്യത്തെ കുറിച്ച്, പാർലമെന്ററി
തന്നെ സ്വതന്ത്രമായ സംശുദ്ധമായ ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കണം, ഭരണഘടന ഒരു രാജ്യമായി മാറണം എന്ന ദൃഢനിശ്ചയത്തിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഈ ഭരണഘടന. ഏതാണ്ട് 6 രാജ്യങ്ങളിൽ നിന്നുമായി വിവിധ ആശയങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഭരണഘടന, ദീർഘമായ ഭരണഘടന നമ്മുടെ ഭരണഘടനാ ശില്പികൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു രാഷ്ട്രം അവിടെ സ്ഥിരമായി ജീവനങ്ങൾ, വർഗീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ അക്രമ പ്രവർത്തനങ്ങളുടെയൊക്കെ പെരുമാറ്റം കൂടുതൽ നമ്മുടെ രാഷ്ട്രം നേരിട്ടുകൊണ്ടിരിക്കുക. റിപ്പബ്ലിക് ദിനത്തിൽ മാത്രമാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ 3 സൈന്യാധിപന്മാര്, കര, നാവിക, ഞങ്ങൾ ഓരോരുത്തരും പുരോഗമനം എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ റിപ്പബ്ലിക് ദിനത്തിന് ഭാവമായിട്ട് ആശംസ നേർന്നുകൊണ്ട് എടുക്കുന്നു. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, നമ്മുടെ ഈ മഹത്തായ രാജ്യം അതിന്റെ 68ാമത് റിപ്പബ്ലിക് ദിനം. ഭരണഘടന ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി അതിന്റെ എഴുതപ്പെട്ട ഭരണഘടനയാണ്. രാജാധിപത്യ കാലത്ത് രാജാവ് ഓരോ അവസരത്തിലും എന്തൊക്കെയാണോ തീരുമാനിക്കുന്നത് അതാണ് നിയമം, അതാണ് നീതി. അതിനെ ചോദ്യം ചെയ്യാൻ ആരും ഒന്നും പറയാനുള്ള ധൈര്യം കാണിക്കാറില്ല. അഥവാ ധൈര്യം കാണിച്ചാൽ പിന്നീട് അയാൾ ഉണ്ടാവില്ല. നമുക്കറിയാം, രാജഭരണകാലത്ത് ഒരു രാജാവും അഴിമതി കാണിച്ചതായിട്ട് ഇന്നേ വരെ ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തപ്പെട്ടില്ല. കാരണം രാജാവ് ചെയ്യുന്നത് എല്ലാം നീതിയാണ് എന്നാണ് ആ നാട്ടിലെ. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള വൈവിധ്യമാർന്ന പരിപാടികൾ ഒന്നാണ് യുവസംഗമം. ഇതിന്റെ ഭാഗമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു സപ്ലിമെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഔപചാരികമായിട്ടുള്ള പ്രകാശന കർമ്മം ഈ വേദിയിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അതിന്റെ പ്രകാശനം നിർവഹിക്കുന്നതാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അനഘ അനിൽകുമാറിനെ, നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥി അനഘ അനിൽകുമാറിനെ ക്ഷണിക്കുകയാണ്. മുഴുവൻ കുട്ടികളും ഈ സപ്ലിമെന്റ് ഇവർ സംഘാടനം കൈപ്പറ്റേണ്ടതും അത്
ജാംബൂരി കർണാടക സംസ്ഥാനത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. നമ്മുടെ വിദ്യാലയത്തെ പ്രതിനിധീകരിച്ച് അവിടെ പങ്കെടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്ന ചടങ്ങാണ് അടുത്തതായി നടക്കുന്നത്. അതിനായി ജാംബൂരിയിൽ പങ്കെടുത്ത